ഹലോ. ക്വസ്റ്റ്യൻ ടാഗിൽ ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വണ്ണിലാണെങ്കിൽ അല്ലെങ്കിൽ വൺ സബ്ജക്റ്റായി വരുന്ന സെൻറ്റൻസിൽ ടാഗ് എന്തുതന്നെയായിരിക്കും? വൺ തന്നെ ആയിരിക്കും. എക്സാമ്പിൾ നോക്കാം. വൺ ഹാസ് ടു ലവ് വൺസ് ഓൺ കൺട്രി. ഇവിടെ നോക്കി, വൺ ആണ് സബ്ജക്റ്റായി വന്നിരിക്കുന്നത്. സെൻറ്റൻസ് പോസിറ്റീവാണ്, അതുപോലെ ഹാസ് ആണ്. സോ ഇവിടെ നെഗറ്റീവ് ആയിരിക്കും ടാഗ്, വൺ ആയിരിക്കും വരിക. അപ്പോൾ ഹാസിൻറ്റ് വൺ ആയിരിക്കും ടാഗ് വരുന്നത്. ഓക്കെ, വണ്ണ് സബ്ജക്റ്റായി വരുമ്പോൾ വൺ തന്നെ ആയിരിക്കും ടാഗായിട്ട് വരുന്നത്. എക്സാമ്പിൾ നോക്കിക്കേ. വൺ ഹാസ് ടു കെയർ വൺസ് ഓൺ പാരൻസ്. വൺ ഹാസ് ടു കെയർ വൺസ് ഓൺ പാരൻസ്. ഇവിടെ നോക്കി, വൺ ആണ് സബ്ജക്റ്റായി വന്നിരിക്കുന്നത്, അപ്പോൾ ഹാസ് ആണ്. അപ്പോൾ ഹാസിൻറ്റ് വൺ. ഓർത്ത് വയ്ക്കുക, വൺ സബ്ജക്റ്റായി വരുന്ന കേസിൽ ടാഗും വൺ തന്നെ ആയിരിക്കും. വൺ ഷുഡ് നോട്ട് ബ്ലെയിം അതേഴ്സ് ഫോർ വൺസ് ഫെയിലിയർ. വൺ ഷുഡ് നോട്ട് ബ്ലെയിം അതേഴ്സ് ഫോർ വൺസ് ഫെയിലിയർ. ഇവിടെ എന്തായിരിക്കും? നെഗറ്റീവ് സെൻറ്റൻസ് ആണ്, നോട്ട് വന്നിട്ടുണ്ട്, അതുപോലെ ഷുഡ് ആണ്. അപ്പോൾ ഷുഡ് വൺ. ഓക്കെ, വൺ ഷുഡ് നോട്ട് ആയത് കാരണമാണ് ഇവിടെ ഷുഡ് വൺ എന്ന് വന്നത്. സെൻറ്റൻസ് നെഗറ്റീവ് ആയിരിക്കുമ്പോൾ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. എക്സാമ്പിളൊക്കെ നോക്കാം. വൺ ഷുഡ് നോട്ട് ബി ടു സ്ട്രിക്റ്റ്. ഇതെന്താണ്? നെഗറ്റീവ് സെൻറ്റൻസ് തന്നെയാണ്, ഷുഡാണ്, അതുപോലെ വൺ ആണ് സബ്ജക്റ്റായി വന്നിരിക്കുന്നത്. അപ്പോൾ ഷുഡ് വൺ ആയിരിക്കും ടാഗ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്ത് വയ്ക്കുക, വൺ സബ്ജക്റ്റായി വരുന്ന കേസിൽ ടാഗും വൺ തന്നെ ആയിരിക്കും.